നോട്ട് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് സമരത്തിന്. റിസർവ് ബാങ്കിന് മുന്നിൽ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടത്തും. മന്ത്രിമാരും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സത്യാഗ്രഹം നടത്തുക. വിഷയത്തിൽ ശനിയാഴ്ച സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ പൊതുവായ വികാരം പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് നാളെ കാലത്ത് 10 മണി മുതൽ ഇവിടുത്തെ RBI ഓഫീസിന് മുന്നിൽ ഞങ്ങൾ ഒരു സത്യാഗ്രഹം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ നാട് ശക്തമായി എതിർക്കേണ്ട ഒരു സംഭവമായതുകൊണ്ടാണ് ഇത്തരമൊരു നടപടിക്ക് ഞങ്ങൾ തയ്യാറാകുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റു പരിപാടികൾ വരും. 21-ന് വൈകുന്നേരം 3 മണിക്ക് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തുടർ നടപടികൾ ആലോചിക്കും. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. നാട് തന്നെ ശക്തമായി എതിർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സമരപരിപാടികളുടെ തുടർച്ചയായി ഈ മാസം 21-ന് സർവകക്ഷി യോഗം ചേരുമെന്നും അതിനുശേഷം തുടർ പ്രക്ഷോഭ പരിപാടികൾ ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും അതീവ ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കും. കുറേ ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊന്നിലും വിയോജിപ്പുള്ളതല്ല. ഞങ്ങൾക്ക് വിയോജിപ്പുള്ള ഒരു കാര്യമല്ല ഉന്നയിച്ചത്. ചില കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ അവർ പൊതുവായിട്ടും ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാറ്റിനോടും യോജിപ്പാണ്. കറൻസി വിഷയത്തിൽ BJP എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട അസംബന്ധങ്ങളാണ് O രാജഗോപാൽ പറയുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് മാറ്റത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും പിരിഞ്ഞു. നോട്ട് മാറ്റത്തെ തുടർന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ മറുപടി പറയണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന പ്രതിപക്ഷം ആവശ്യം ലോക്സഭാ സ്പീക്കർ തള്ളി. അതേസമയം സഭയ്ക്ക് പുറത്ത് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും സംയുക്തമായി പ്രതിഷേധ ധർണ നടത്തി. നോട്ടുമാറ്റത്തെ തുടർന്നുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇരുസഭകളും ആടിയുലഞ്ഞു. ഇടതുപക്ഷം, കോൺഗ്രസ് തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളുടേതായി 21 അടിയന്തര പ്രമേയങ്ങളാണ് ലോക്സഭയ്ക്ക് ലഭിച്ചത്. എന്നാൽ എല്ലാം തള്ളിയ സ്പീക്കർ സുമിത്ര മഹാജൻ ചോദ്യോത്തരവേള നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട പ്രാധാന്യം വിഷയത്തിലില്ല എന്ന നിലപാടെടുത്തു. ഇത് പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. സീറ്റ് വിട്ടെഴുന്നേറ്റ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി. ശൂന്യവേളയ്ക്ക് ശേഷം ഹ്രസ്വ ചർച്ച അനുവദിക്കാമെന്ന സ്പീക്കറുടെ നിർദ്ദേശം പാർട്ടികൾ തള്ളിയതോടെ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകാതെയായി. തുടർന്ന് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ലോക്സഭ ഇന്നത്തെ നടപടികൾ റദ്ദാക്കി പിരിഞ്ഞു. രാജ്യസഭയിലാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കണമെന്ന ആവശ്യമുയർന്നു. ജനം നേരിടുന്ന ദുരിതത്തിൽ മോദി സഭയിലെത്തി മറുപടി പറയണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. മറ്റു പ്രതിപക്ഷ പാർട്ടികളും പിന്തുണച്ചെങ്കിലും കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല. നോട്ടുമാറ്റത്തെക്കുറിച്ച് രാജ്യസഭയിൽ ഇന്നലെ ആരംഭിച്ച ചർച്ചയിൽ ഒരിക്കൽ പോലും മോദി പങ്കെടുത്തിട്ടില്ല. പ്രതിഷേധം തണുപ്പിക്കാൻ അധ്യക്ഷൻ ഹമീദ് അൻസാരി നേരിട്ടെത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. 6 തവണ നിർത്തിവെച്ച ശേഷം രാജ്യസഭയും ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പിരിഞ്ഞു. അതേസമയം സഭയ്ക്ക് പുറത്ത് കേന്ദ്ര സർക്കാരിനെതിരെ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും സംയുക്തമായി പ്രതിഷേധ ധർണ നടത്തി. നോട്ടുമാറ്റം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകൾ തുടരുന്നു. നോട്ട് നിരോധനത്തിൽ BJPക്ക് ജനങ്ങളുടെ ആദ്യ മറുപടി. തീരുമാനത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത പരാജയം. മഹാരാഷ്ട്രയിലെ പനവേൽ കർഷക സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 17 സീറ്റുകളിലും BJP പരാജയപ്പെട്ടു. 500, 1000 നോട്ടുകൾ അസാധുവായ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത പരാജയം. മഹാരാഷ്ട്രയിലെ പനവേൽ കർഷക സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് ജനം മറുപടി നൽകിയത്. സമിതിയിൽ ആകെയുള്ള 17 സീറ്റിലും BJP പരാജയപ്പെട്ടു. കർഷകരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ പെസന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് BJPയെ പരാജയപ്പെടുത്തിയത്. 17-ൽ 15 സീറ്റും PWP നേടി. ഇവരുടെ സഖ്യകക്ഷികളായ കോൺഗ്രസും ശിവസേനയും ഓരോ സീറ്റ് വീതം നേടി. 25 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് ഈ സമിതിയിൽ ഒരംഗത്തെ ലഭിക്കുന്നത്. നോട്ട് അസാധുവാക്കപ്പെട്ട തീരുമാനം കർഷകരെയും സാധാരണ ജനങ്ങളെയും ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. സാമ്പത്തിക മാന്ദ്യം, പഴം, പച്ചക്കറി, മൊത്തം ചില്ലറ വ്യാപാര രംഗത്ത് പ്രതിഫലിക്കുകയും കർഷകർക്ക് വൻ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ജനങ്ങളുടെ ആദ്യ മറുപടിയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്. രാജ്യത്ത് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്ന കാര്യം കോർപ്പറേറ്റ് ഭീമന്മാരായ അംബാനിയെയും അദാനിയെയും മുൻകൂട്ടി അറിയിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. രാജസ്ഥാൻ MLAയും BJP നേതാവുമായ ഭവാനി സിംഗിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്.
500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിക്കാനുള്ള തീരുമാനം വൻകിട കോർപ്പറേറ്റുകൾ ഉൾപ്പെടെയുള്ള ഉന്നതരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന വെളിപ്പെടുത്തൽ. രാജസ്ഥാനിലെ ലാത്പുര MLA ആയ ഭവാനി സിംഗ് രജാവത്താണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള ബിസിനസ് പ്രമുഖന്മാർക്ക് ഇക്കാര്യം അറിയാമായിരുന്നതായും അതുകൊണ്ടുതന്നെ അവർ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നതായും ഇയാൾ പറയുന്നു. പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിലാണ് ഭവാനി സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. अदानी अंबानी अक्रम सेटन जो है इन सबको पहले ही पता था. വീഡിയോയിലുടനീളം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ഭവാനി സിംഗ് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ആദ്യം അത്യാവശ്യം വേണ്ട നോട്ടുകൾ അച്ചടിച്ചിട്ട് വേണമായിരുന്നു നോട്ടുകൾ പിൻവലിക്കേണ്ടിയിരുന്നതെന്നും പുതുതായി ഇറക്കിയ നോട്ട് 3ാം തരത്തിൽപ്പെട്ടതും കണ്ടാൽ വ്യാജനെന്ന് തോന്നുമെന്നും ഭവാനി സിംഗ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. നോട്ടുകൾ പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംഘപരിവാർ കേന്ദ്രങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. നവംബർ 2-ന് ധീരജ് ദിവാകർ എന്ന സംഘപരിവാർ അനുകൂലി നോട്ട് നിരോധനത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു. 1000-500 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിനാൽ ചില്ലറ കരുതണമെന്ന് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ആഹ്വാനവും ചെയ്തിരുന്നു. 1000ന്റെയും 500ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്ന കാര്യം നേരത്തെ തന്നെ ചിലർ അറിഞ്ഞിരുന്നുവെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നത്. ധീരജ് ദിവാകർ എന്നയാൾ നവംബർ 2-ന് ഇട്ട പോസ്റ്റ് ഇങ്ങനെ: അടുത്തയാഴ്ച 1000-500 നോട്ടുകൾ അസാധുവാകാൻ സാധ്യതയുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. എല്ലാവരും 100ന്റെ നോട്ടുകളാക്കി ചേഞ്ച് എടുത്തു വയ്ക്കുക. ഇനി അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല എന്നും പറഞ്ഞു വന്നേക്കരുത്. ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്തകളിൽ ഇടം പിടിച്ചതിന് പിന്നാലെ പോസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ധീരജ് ദിവാകർ പുതിയ പോസ്റ്റും ഇട്ടു. നിയമപരമായി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും പോസ്റ്റ് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു പുതിയ പോസ്റ്റ്. നോട്ട് അസാധുവാക്കൽ തീരുമാനം വരുന്നതിനും ആഴ്ചകൾക്ക് മുമ്പേ ഗുജറാത്തിലെ ദിനപത്രത്തിൽ വാർത്ത വന്നത് വിവാദമായിരുന്നു. മാത്രവുമല്ല, രാജ്യത്തെ ബാങ്കുകളിൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള 2 മാസക്കാലം 6 ലക്ഷം കോടിയുടെ നിക്ഷേപം വന്നതും വാർത്തയായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നോട്ട് പിൻവലിക്കൽ തീരുമാനം നേരത്തെ തന്നെ ചിലർ അറിഞ്ഞിരുന്നുവെന്ന സംശയം ബലപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്. നോട്ട് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ വീണ്ടും കർശന നിയന്ത്രണങ്ങളുമായി കേന്ദ്ര സർക്കാർ. അസാധുവാക്കിയ നോട്ടുകൾ മാറ്റാനുള്ള പരിധി 4500 രൂപയിൽ നിന്ന് 2000 ചുരുക്കി. കർഷകർക്ക് കാർഷിക വായ്പയിൽ നിന്നും ആഴ്ചയിൽ 25,000 രൂപ പിൻവലിക്കാം. വിവാഹ ആവശ്യത്തിന് കുടുംബത്തിൽ ഒരാൾക്ക് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാനും അനുമതിയുണ്ട്. ബാങ്കിൽ പണം മാറാനെത്തുന്നവരുടെ കൈവിരലിൽ മഷി പുരട്ടാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ജനങ്ങളെ വലച്ച് വീണ്ടും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ദിവസേന അസാധുവാക്കിയ നോട്ടുകൾ മാറിയെടുക്കാനുള്ള പരിധി 4500 രൂപയിൽ നിന്നും 2000 ചുരുക്കി. കൂടുതൽ പേർക്ക് നോട്ടുകൾ മാറിയെടുക്കാനുള്ള സൗകര്യത്തിനു വേണ്ടിയാണ് നടപടിയെന്ന് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ശക്തികാന്ത് ദാസ് വിശദീകരിച്ചു. Now it has been decided therefore by the government to permit the farmers to draw up to ₹25,000 per week, and it has been decided that for marriage, for wedding ceremonies which are going on, up to 2.5 lakh rupees. 18th of November, the existing limit of 4,500 rupees will be reduced to ₹2,000. കാർഷിക വായ്പയായി ലഭിച്ച തുകയിൽ നിന്നും കർഷകർക്ക് ആഴ്ചയിൽ 25,000 രൂപ വരെ പിൻവലിക്കാം എന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. വിള ഇൻഷുറൻസ് പ്രീമിയം അടക്കാനുള്ള സമയപരിധി 15 ദിവസം നീട്ടി നൽകി. APMCയിൽ രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് ആഴ്ചയിൽ 50,000 രൂപ വരെ പിൻവലിക്കാം. വിവാഹ ആവശ്യങ്ങൾക്ക് കുടുംബത്തിലൊരാൾക്ക് അക്കൗണ്ടിൽ നിന്നും 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാനും അനുമതി നൽകി. കേന്ദ്ര സർക്കാർ സി ഗ്രേഡ് ജീവനക്കാർക്ക് നവംബർ മാസത്തെ ശമ്പളത്തിൽ നിന്നും 10,000 രൂപ അഡ്വാൻസ് പണമായി പിൻവലിക്കാം. 4 ദിവസം മുമ്പ് പണം മാറാനുള്ള പരിധി 4,000-ൽ നിന്നും 4,500 ഉയർത്തിയപ്പോഴും ഇപ്പോഴത് 2,000 ചുരുക്കിയപ്പോഴും സർക്കാർ പറയുന്നത് ഒരേ കാര്യം: നടപടി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനെന്ന്. തീർത്തും ആസൂത്രണമില്ലാതെയാണ് നോട്ട് അസാധുവാക്കിയ നടപടിയെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇത്തരത്തിൽ സ്ഥിരതയില്ലാത്ത പ്രഖ്യാപനങ്ങൾ. നോട്ട് മാറാനുള്ള പരിധി 2,000 ചുരുക്കിയത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കാനും ഇടയാക്കും. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. തിരികെ വാർത്തകളിലേക്ക്. നോട്ട് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് UDF പ്രതിനിധി സംഘം. LDF-ഉം UDF-ഉം ഒരുമിച്ച് പ്രക്ഷോഭം ആരംഭിക്കുന്നതിൽ ഈ മാസം 21-ന് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സഹകരണ സൊസൈറ്റിയുടെ ഗ്യാരണ്ടി അനുസരിച്ച് ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ പരിഹരിക്കുന്ന വിഷയം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം UDF നേതാക്കൾ വ്യക്തമാക്കി. 500-1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഗുരുതരമായ പ്രതിസന്ധിയുണ്ടായ സാഹചര്യത്തിലാണ് UDF നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ തോമസ് ഐസക്, AC മൊയ്തീൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് UDF പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു.
LDF-ഉം UDF-ഉം ഒരുമിച്ച് പ്രക്ഷോഭം ആരംഭിക്കുന്നതിൽ ഈ മാസം 21-ന് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി അടിയന്തരമായി നിയമസഭ വിളിച്ചുകൂട്ടി ഈ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണങ്ങളുണ്ട്. ആ പ്രചരണങ്ങളെ ഒറ്റക്കെട്ടായി എതിർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 21-ാം തീയതി ഓൾ പാർട്ടി മീറ്റിംഗ് കൂടുന്നുണ്ട്. അന്ന് ആലോചിച്ചൊരു തീരുമാനമെടുക്കും. സഹകരണ സൊസൈറ്റിയുടെ ഗ്യാരണ്ടി അനുസരിച്ച് ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കാമെന്ന് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒരു ചെക്ക് കൊടുക്കുക 1 ലക്ഷം രൂപ. അപ്പം എനിക്ക് അവിടെ അക്കൗണ്ടിൽ ഈ പണം ഉണ്ടെങ്കിൽ ഇവർ ഈ തുക ഏത് സ്ഥലത്തേക്ക് സേവനം വേണോ ആ സ്ഥലത്തേക്ക് ഓൺലൈൻ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ അത് കൊടുത്താലും അവർക്ക് രൂപ കിട്ടുകയില്ല, പക്ഷെ അവരുടെ അക്കൗണ്ടിൽ രൂപ വരും. 11 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്തും UDF സംഘം സർക്കാരിന് കൈമാറി. നോട്ട് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്ന് UDF കരിദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് AG's ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധിയിൽ ആശ്വാസ നടപടികളുമായി സംസ്ഥാന സർക്കാർ. ജില്ലാ തോട്ടം തൊഴിലാളികൾക്ക് കൂലി നൽകാൻ കളക്ടർമാരെ ചുമതലപ്പെടുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഇതിനായി തോട്ടമുടമകൾ ജില്ലാ കളക്ടർമാർക്ക് പണം നൽകണം. ശബരിമല പാതയിലെ മുഴുവൻ ATMകളിലും എപ്പോഴും പണം നിറയ്ക്കും. എല്ലാ ട്രഷറികളിലും കറൻസി എക്സ്ചേഞ്ച് കൗണ്ടറുകൾ ആരംഭിക്കാനും പൊതുമേഖലാ ബാങ്ക് പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നടത്തിയ ചർച്ചയിൽ ധാരണയായി. നോട്ട് പ്രതിസന്ധിയിൽ ജനം നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആശ്വാസ നടപടികൾ സ്വീകരിച്ചത്. തോട്ടം തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതിൽ വലിയ പ്രതിസന്ധി നിലനിന്നിരുന്നു. അതുകൊണ്ട് ജില്ലാ കളക്ടർമാരുടെ പേരിലാകും ഇനി മുതൽ തോട്ടമുടമകൾ പണം നൽകുക. ജില്ലാ കളക്ടർമാരാകും തൊഴിലാളികൾക്ക് കൂലി നൽകുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ കൂലിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ജില്ലാ കലക്ടറുടെ പേരിൽ ഈ കൂലിയായിട്ട് കൊടുക്കേണ്ട തുക മുഴുവൻ കൈമാറുക. എന്നിട്ട് ആ തുക ജില്ലാ കലക്ടർ അങ്ങോട്ട് കൈമാറും. തോട്ടം തൊഴിലാളികൾക്ക് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കുക. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ നാട്ടിലുള്ള കുടുംബത്തിന് പണം അയക്കുന്നതിന് ബാങ്കുകൾ അവർക്ക് ഇളവ് നൽകണമെന്ന് മുഖ്യമന്ത്രി പൊതുമേഖലാ ബാങ്ക് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ശബരിമല പാതയിലെ എല്ലാ ATMകളിലും എപ്പോഴും പണം നിറയ്ക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ആ റൂട്ടിലുള്ള പ്രധാന കേന്ദ്രങ്ങളിലെല്ലാമുള്ള ATMകൾ എപ്പോഴും പണം നിറഞ്ഞ ATMകളായിരിക്കണം. ഒരു ക്രമം അവർ കൊണ്ടുവരണം, കൃത്യമായിട്ട് പണം നിറക്കാനുള്ള. പിന്നെ പമ്പയിൽ സന്നിധാനത്തിൽ അങ്ങനെ ശബരിമലയുടെ തൊട്ടുള്ള കേന്ദ്രങ്ങളിൽ കൂടുതൽ ATMകളും എക്സ്ചേഞ്ച് കൗണ്ടറുകളും ബാങ്കുകൾ ഏർപ്പെടുത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എല്ലാ ട്രഷറികളിലും കറൻസി എക്സ്ചേഞ്ച് കൗണ്ടറുകൾ ആരംഭിക്കാനും തീരുമാനമായി. കൂടാതെ അടുത്ത മാസം ആദ്യം ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്ക് ഇളവ് നൽകണമെന്നും യോഗത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ATMകളിലും 500 രൂപയും 2000 രൂപയും നിറയ്ക്കുമെന്നും ബാങ്ക് പ്രതിനിധികൾ സർക്കാരിന് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. കള്ളപ്പണക്കാർക്ക് വിളയാടാനുള്ള കേന്ദ്രമല്ല സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കള്ളപ്പണവുമായി ബന്ധപ്പെട്ട നിയമപരമായ പരിശോധനകൾ നടത്താമെന്നും എന്നാൽ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം സഹകരണ മേഖലയിലെ പ്രശ്നം ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച സർവകക്ഷി യോഗം ചേരും. സമ്പൂർണ്ണ ബാങ്കിങ്ങിൽ സംസ്ഥാനത്ത് നല്ലൊരു ഭാഗം വഹിക്കുന്നത് സഹകരണ ബാങ്കുകളാണ്. എന്നാൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്വീകരിച്ചിട്ടുള്ള ഇപ്പോഴത്തെ നിലപാട് സഹകരണ മേഖലയെ ശ്വാസം മുട്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ മേഖലയെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഈ സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള ബോധപൂർവമായൊരു നീക്കമായിട്ട് വേണം കണക്കാക്കാൻ. ഇതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് സംശയിക്കേണ്ടത്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ കള്ളപ്പണത്തിന്റെ കേന്ദ്രമാണെന്നാണ് സംസ്ഥാനത്തെ BJP നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ പരം വലിയ അസംബന്ധം മറ്റൊന്നില്ല. കള്ളപ്പണക്കാർക്ക് വിളയാടാനുള്ള കേന്ദ്രമല്ല സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് നിയമപരമായ പരിശോധനകൾ നടത്താമെന്നും എന്നാൽ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അവിടെയുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നത് അവർ നടത്തുന്ന ജനസേവനപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് കള്ളപ്പണക്കാർക്ക് വിളയാടാനുള്ളൊരു കേന്ദ്രമല്ല കേരളത്തിലെ സഹകരണ മേഖല. കേരളത്തിലെ സഹകരണ മേഖല
പൂർണ്ണമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡവും പ്രവർത്തന വ്യവസ്ഥയുമുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒരു ലോകം ഒരു ഭാഷ എന്ന സന്ദേശവുമായി ബാബ അലക്സാണ്ടർ നേതൃത്വം നൽകുന്ന പ്രചാരണ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. NCDC സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സന്ദേശയാത്ര ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. സന്ദേശയാത്ര ലീഡർ ബാബ അലക്സാണ്ടർ, പ്രസ് ക്ലബ് സെക്രട്ടറി രവീന്ദ്രൻ രാവണേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ ചേർന്ന ദീപം തെളിയിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ബാബ അലക്സാണ്ടർ സമ്മാനങ്ങളും നൽകി.